അപ്പോൾ ഈ ലോക്ക് നമുക്ക് അൺലോക്ക് വരണമെങ്കിൽ നമുക്ക് ഇതിൻ്റെ ലോക്ക് സെറ്റ് ചേഞ്ച് ചെയ്യേണ്ടതായിട്ടുണ്ട്. അപ്പോൾ നമ്മൾ അതിൻ്റെ ലോക്ക് സെറ്റ് ചേഞ്ച് ചെയ്തു. ശരിക്കും പറഞ്ഞിട്ടുണ്ടെങ്കിൽ കുറേ ആൾക്കാർ കൺവേർഷൻ ചെയ്യുമ്പോൾ ഇങ്ങനെയുള്ള ചെറിയ ചെറിയ പാർട്സുകൾ കൺവേർഷൻ ചേഞ്ച് ചെയ്യാനായിട്ട് വിട്ടുപോകും. ഹായ് ഗൈസ്, വെൽക്കം ബാക്ക് ടു കാർ ഗാരേജ്. കാർ ഗാരേജ് എന്ന് വന്നിരിക്കുന്നത് 2016 മോഡൽ എസ് ക്രോസ് ഉണ്ടത്. AP രജിസ്ട്രേഷൻ, ആന്ധ്രാപ്രദേശിൽ നിന്ന് നമ്മൾക്ക് ഇവിടെ കൺവേർഷൻ ചെയ്യാനായിട്ട് വന്ന ഒരു വണ്ടിയാണ്. അപ്പോൾ നമ്മൾ ഇത് 2016 മോഡലിനെ 2020-21 മോഡൽ, അതായത് 21 മോഡലിൽ DRL വരുന്ന ഒരു ഹെഡ്ലൈറ്റ് ടൈപ്പ് എക്സ് ക്രോസ് ഇറങ്ങിയിരുന്നു. എന്നാൽ അതല്ല, അതിക്ക് മുമ്പുള്ള പ്രൊജക്ടർ ടൈപ്പ് ഹെഡ്ലൈറ്റ് വരുന്ന ആ ഒരു എക്സ് ക്രോസിലേക്ക് ചേഞ്ച് ചെയ്യാൻ വേണ്ടി വന്നിരിക്കുന്ന ഒരു വണ്ടിയാണ്. നമ്മുടെ ഈ ഒരു വണ്ടിയുടെ ബോഡിയുടെ കണ്ടീഷൻ എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ വളരെയധികം മോശമായിരുന്നു കേട്ടോ. നമ്മൾ ഇത് കൺവേർഷന് വേണ്ടി വന്ന വണ്ടി ആയാൽ പോലും ബോഡിയുടെ കണ്ടീഷൻ കാര്യങ്ങളൊക്കെ നോക്കുകയാണെങ്കിൽ എല്ലാ പാനലിന്മേയും ഒരുപാട് ലെയർ പുട്ടി കയറിയിട്ടുണ്ട്. അതേപോലെ തന്നെ എല്ലാ പാനലിന്മേയും ഡെൻറ്റിങ് ഉണ്ട്. ഇപ്പോൾ ഡോറുകളും കാര്യങ്ങളൊക്കെ എടുത്ത് നോക്കുകയാണെങ്കിൽ എല്ലാ ഡീപ്പ് ഡെൻറ്റിങ് കാര്യങ്ങളൊക്കെ ഉണ്ട്. അപ്പോൾ ഇത് ബോഡി പ്രോപ്പറായിട്ട് ഷേപ്പ് ചെയ്യാമെന്നുള്ള വർക്കാണ്. ഇതൊരു ചലഞ്ചിങ് ആയിട്ടുള്ള വർക്കാണ് കേട്ടോ. നമ്മൾക്ക് ബോഡി കൺവേർഷൻ ചെയ്യുമ്പോൾ നമ്മൾക്ക് പ്രധാനമായിട്ട് ശ്രദ്ധിക്കേണ്ട കാര്യങ്ങളാണ് അതിൻ്റെ പാർട്സ്. നമ്മൾക്ക് എല്ലാ പാർട്സുകളും ക്വാളിറ്റി ആയിട്ടുള്ള പാർട്സ് തന്നെ വേണം. ജെന്യൂൻ പാർട്സ് എന്ന് ഞാൻ നിർബന്ധം പറയില്ല നിങ്ങളോട്, ക്വാളിറ്റി ആയിട്ടുള്ള പാർട്സുകൾ വേണം. ഇപ്പോൾ നമ്മൾക്കിപ്പോൾ ക്രോമിൽ തന്നെ വരണമെങ്കിൽ ആക്യുറേറ്റ് നല്ലൊരു ക്രോം ക്വാളിറ്റിയിലുള്ള പാർട്സാണ്. ഓട്ടോമാറ്റ്സ് എന്ന് പറഞ്ഞാൽ ക്രോം ക്വാളിറ്റിയിലുള്ള, ഇപ്പോൾ ഗ്രില്ലും സാധനങ്ങളൊക്കെ വരുന്നുണ്ടല്ലോ, ആ ഒരു ക്വാളിറ്റിയിലുള്ള പാർട്സാണ്. പക്ഷേ നമ്മൾക്ക് ഈ ഒരു എസ് ക്രോസിന് നമ്മൾ യൂസ് ചെയ്യുന്നത് ഫുള്ളും മാരുതിക്ക് വരുന്ന ജെന്യൂൻ സ്പെയർ പാർട്സുകളാണ് നമ്മൾ ഈ ഒരു എസ് ക്രോസിന് നമ്മൾ യൂസ് ചെയ്യുന്നത്. അതിൻ്റെ ഹെഡ്ലൈറ്റ് ആയാലും ബമ്പർ ആയാലും ഗ്രില്ലായാലും ഉള്ളിൽ വരുന്ന പാർട്സുകളും ബ്രാക്കറ്റുകളൊക്കെ ആയാലും നമ്മൾ മാരുതിക്ക് എന്താണ് വരുന്നത് ആ ജെന്യൂൻ പാർട്സ് തന്നെയാണ് നമ്മൾ ഈ ഒരു വണ്ടിക്ക് യൂസ് ചെയ്യാനായിട്ട് പോകുന്നത്. എല്ലാ പാർട്സുകളും കാര്യങ്ങളെല്ലാം പർച്ചേസിങ് കാര്യങ്ങളെല്ലാം കഴിഞ്ഞ് ഫ്രണ്ടിലെ ബമ്പർ, അണ്ടർ ബമ്പർ, അതേപോലെ ഫ്രണ്ടിലെ ഗ്രില്ല്, ഹെഡ്ലൈറ്റ്, അതേപോലെ തന്നെ ഒരുപാട് ബ്രാക്കറ്റുകളും കാര്യങ്ങളൊക്കെ ഇതിന് ആവശ്യമാണ്. ഒരുപാട് ബ്രാക്കറ്റുകളുണ്ട്, ഒരുപാട് ബ്രാക്കറ്റുകളും കാര്യങ്ങളൊക്കെ ഉണ്ട്, ഇന്നറിൽ വരുന്നതാണ്. അതേപോലെ തന്നെ നമ്മളുടെ ഫോഗ് ലാമ്പ്, അതേപോലെ ഇത് ഫോഗ് ലാമ്പിൻ്റെ കവറ്, ഫോഗ് ലാമ്പിൻ്റെ ബൾബ് കാര്യങ്ങളൊക്കെ ആയിട്ട് എല്ലാ പാർട്സുകളും നമ്മൾ പർച്ചേസിങ് കാര്യങ്ങളെല്ലാം കഴിഞ്ഞിട്ടുണ്ട്. നിങ്ങൾക്ക് ഇതേപോലെ തന്നെ പാർട്സുകളും കാര്യങ്ങളൊക്കെ വേണമെന്നായിട്ടുണ്ടെങ്കിൽ നമ്മളുടെ ഈ സൈഡിൽ കാണിക്കുന്ന ഈ നമ്പറായിട്ട് നിങ്ങൾ കോൺടാക്റ്റ് ചെയ്യാവുന്നതാണ്. നിങ്ങൾക്കിപ്പോൾ എസ് ക്രോസ് കൺവേർഷൻ ചെയ്യാൻ താല്പര്യമുണ്ട്, പക്ഷേ നമ്മൾക്ക് ഇപ്പോൾ ഗാരേജിലേക്ക് നിങ്ങൾക്ക് കൊണ്ടുപോകാനായിട്ട് സാധിക്കില്ല. നിങ്ങൾക്ക് പാർട്സ് മാത്രം മതിയെങ്കിൽ നമ്മളായിട്ട് കോൺടാക്ട് ചെയ്തിട്ടുണ്ടെങ്കിൽ പാർട്സ് നമ്മൾ അറേഞ്ച് ചെയ്ത് തരുന്നതാണ്. കാരണം നമ്മുടെ ഷോപ്പും കാര്യങ്ങളൊക്കെ ഇപ്പോൾ പാർട്സിൻ്റെ ഷോപ്പും കാര്യങ്ങളൊക്കെ തുടങ്ങാനായിട്ട് ഇപ്പോൾ ഈ മാസം ലാസ്റ്റോടുകൂടിയൊക്കെ സ്റ്റാർട്ട് ചെയ്യും. ഓക്കെ, അപ്പോൾ പാർട്സ് ഓൾറെഡി നമ്മൾക്ക് എല്ലാ പാർട്സുകളും അവൈലബിൾ ആണ്. ഇങ്ങനെ ഇപ്പോൾ നമ്മൾക്കിപ്പോൾ പോളോ, അതേപോലെ തന്നെ സിയാസ്, എർട്ടിഗ, ഇതിന് ഫോർച്യൂണർ, ഏറ്റവും പുതിയ ഫോർച്യൂണർ, അതിൻ്റെ ലെജൻഡറി കിറ്റ് കയറ്റാനായിട്ട് താല്പര്യമുണ്ടെങ്കിൽ അത്, അങ്ങനെ എല്ലാ പാർട്സുകളും നമ്മൾക്ക് അവൈലബിൾ ആണ്. അപ്പോൾ നിങ്ങൾക്ക് അതേപോലെ തന്നെ പാർട്സും കാര്യങ്ങളൊക്കെ താല്പര്യമായിട്ടുണ്ടെങ്കിൽ ഞങ്ങളെ കോൺടാക്റ്റ് ചെയ്യാവുന്നതാണ്. ഓക്കെ, അപ്പോൾ നമ്മൾക്ക് കാര്യത്തിലേക്ക് വരാം. 2016 നമ്മൾക്ക് 2020-21 മോഡലിലേക്ക് കൺവേർട്ട് ചെയ്യണം. ശരിക്കും പറഞ്ഞാൽ നമ്മളുടെ ഈ ഹെഡ്ലൈറ്റ് വന്നപ്പോൾ തന്നെ നമ്മളുടെ ഈ ഒരു ലുക്ക്
ലുക്ക് തന്നെ മാറിയെന്ന് തന്നെ പറയാം കേട്ടോ. ഈ ഹെഡ്ലൈറ്റ് വന്നപ്പോൾ നമ്മൾക്ക് അറിയാം നമ്മളുടെ ഈ ബോണറ്റിൻ്റെ ഹൈറ്റ് ഇതേ അപ്പായിട്ടുണ്ട്. നേരത്തെ ഇങ്ങനെ കറുവായി വന്ന ആ ഒരു ഡിസൈനിൽ നിന്ന് വ്യത്യസ്തമായിട്ട് കണ്ട ഒരു മുകളിലേക്കുള്ളൊരു കട്ടിങ് വന്നു. ഇവിടെ ഒരു കട്ടിങ് ഒക്കെ ആയിട്ട് ഇപ്പോൾ വണ്ടി തന്നെ ഒന്ന് ശരിക്കും പറഞ്ഞാൽ ഒന്ന് പൊന്തിരുന്നിട്ടുണ്ട്. ഇനിയിപ്പോൾ നമ്മൾക്ക് ബമ്പർ സെറ്റ് ചെയ്ത് നോക്കാം കേട്ടോ. അപ്പോൾ നമ്മുടെ എക്സ്ക്രോസിൻ്റെ പുട്ടി വർക്കും കാര്യങ്ങളെല്ലാം ഫുള്ളായിട്ട് കഴിഞ്ഞിട്ടുണ്ട്. പുട്ടി ബോഡി നല്ല രീതിയിൽ ഷേപ്പും കാര്യങ്ങളെല്ലാം ചെയ്തിട്ടുണ്ട്. ഒരുപാട് ഡെൻറ്റിങ് ഉണ്ടായിരുന്നു സൈഡ് വശങ്ങളിലൊക്കെ. അപ്പോൾ നമ്മളത് ബോഡി ഫില്ലർ യൂസ് ചെയ്ത് ഷേപ്പും കാര്യങ്ങളും ചെയ്തിട്ടുണ്ട്. ഇനി നമുക്ക് ഇത് 2K പ്രൈമർ അടിക്കേണ്ടതായിട്ടുണ്ട്. 2K പ്രൈമർ അടിച്ചതിന് ശേഷമാണ് ഇനിയിപ്പോൾ പെയിൻറ്റിങ്ങിൻ്റെ കാര്യങ്ങളെല്ലാം വരുള്ളൂ. ഓക്കെ, അപ്പോൾ നമ്മൾ ഈ ഒരു വണ്ടിയുടെ പുട്ടിയുടെ വർക്ക് ഫുള്ളായിട്ട് കഴിഞ്ഞിട്ടുണ്ട്. നമുക്ക് ഈ ഒരു വണ്ടി വന്ന കാര്യം എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഇത് നമ്മളൊരു ഇന്നോവ ആന്ധ്രയിൽ നിന്ന് വന്ന ഒരു വണ്ടിയാണ് കേട്ടത്. അപ്പോൾ ഒരു ഇന്നോവ നമ്മൾ മുന്നേ ചെയ്ത് കൊടുത്തിരുന്നു, ഒരു സിൽക്കി ഗോൾഡ് ഇന്നോവ. അപ്പോൾ ആ ഒരു സിൽക്കി ഗോൾഡ് ഇന്നോവ കണ്ട് ഇഷ്ടപ്പെട്ട് അദ്ദേഹം കുറേ നാൾ നമ്മൾ വിളിച്ചിരുന്നു. നമ്മൾക്ക് പക്ഷേ അപ്പോൾ തിരക്കും കാര്യങ്ങളൊക്കെ ആയിരുന്നു. അതിന് ശേഷം ഇപ്പോൾ നമ്മളുടെ ഈ ഒരു വണ്ടി ഏകദേശം ഒരു വണ്ടി പോയി 1 വർഷം കഴിഞ്ഞതിന് ശേഷമാണ് നമ്മൾ ഈ ഒരു വണ്ടി ഇപ്പോൾ കൺവേർഷന് വേണ്ടി വന്നിരിക്കുന്നത്. അപ്പോൾ അവരുടെ ന്യൂ വണ്ടികൾ വരുന്നു പറയുന്നുണ്ട്. അപ്പോൾ നമ്മുടെ വർക്ക് നീറ്റായി കൊടുത്തിട്ടുണ്ടെങ്കിൽ ഈ കെയർ ഓഫിൽ വാഹനങ്ങൾ വന്നുകൊണ്ടിരിക്കുന്നത് നമുക്കും ഒരു സന്തോഷം തന്നെയാണ്. അപ്പോൾ നമ്മൾ ഈ വർക്ക് ഏകദേശം കുട്ടിയുടെ വർക്ക് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ഇപ്പോൾ നമ്മൾക്ക് ഇതിൻ്റെ പ്രൈമർ കോട്ടും കാര്യങ്ങളിലേക്കൊക്കെ പോവാം. അപ്പോൾ നമ്മുടെ എക്സ്ക്രോസിൻ്റെ കൺവേർഷനും കാര്യങ്ങളൊക്കെ ഇവിടെ നടന്നുകൊണ്ടിരിക്കുന്നുണ്ട്. അപ്പോൾ നമ്മുടെ ഫ്രണ്ടിലെ ബോണറ്റും കാര്യങ്ങളൊക്കെ ചേഞ്ച് ചെയ്തു. അതേപോലെ തന്നെ വണ്ടിയുടെ ഫുൾ പെയിൻറ്റിങ് കാര്യങ്ങളൊക്കെ കഴിഞ്ഞു. ഇനിയിപ്പോൾ നമുക്ക് ബമ്പർ പെയിൻറ്റ് ചെയ്യാനുണ്ട്. അതേപോലെ തന്നെ ഫ്രണ്ടിലെ ഹെഡ്ലൈറ്റ് കാര്യങ്ങളെല്ലാം സെറ്റ് ചെയ്യും ബാക്കിയുണ്ട്, പോളിഷിങ് ബാക്കിയുണ്ട്. പിന്നെ അലോയിൽ പെയിൻറ്റിങ് കാര്യങ്ങളൊക്കെ ചെയ്യുന്നുണ്ട്. അപ്പോൾ ആ വർക്കുകളൊക്കെ ഇവിടെ നടന്നുകൊണ്ടിരിക്കുകയാണ് കേട്ടോ. ഓക്കെ, നമ്മുടെ എക്സ്ക്രോസിൻ്റെ കൺവേർഷൻ കാര്യങ്ങളൊക്കെ കഴിഞ്ഞുകൊണ്ടിരിക്കുകയാണ്. ഇപ്പോൾ ഫ്രണ്ടിലെ സെറ്റിങ് കാര്യങ്ങളൊക്കെയാണ് ഇപ്പോൾ ഫൈനലായിട്ട് ചെയ്തുകൊണ്ടിരിക്കുന്നത്. അപ്പോൾ ഇത് ചെയ്ത് കഴിഞ്ഞിട്ടുണ്ട് കേട്ടോ. നമ്മളുടെ മോഡൽ ഈ മോഡലിലേക്ക് മാറിയിട്ടുണ്ട്. അപ്പോൾ അതിൻ്റെ ഒരുപാട് സാധനങ്ങൾ നമ്മൾ റീപ്ലേസ് ചെയ്തിട്ടുണ്ട്. അപ്പോൾ ഞാൻ ലാസ്റ്റ് അത് നിങ്ങളോട് പറഞ്ഞു തരാം. അപ്പോൾ സെറ്റിങ് ഫുള്ളും കഴിഞ്ഞ് ഗ്യാപ്പും കാര്യങ്ങളൊക്കെ കറക്റ്റാക്കി ഇനി നമ്മൾക്ക് ഇതിനൊരു ലോക്ക് സെറ്റ് ചെയ്യാനായിട്ടുണ്ട്.
അപ്പോൾ നമ്മുടെ എസ്ക്രോസിൻ്റെ വർക്കും കാര്യങ്ങളെല്ലാം കംപ്ലീറ്റ് ആയി. അപ്പോൾ നമ്മൾ വാഷിങ്ങിന് മുമ്പാണ് വീഡിയോസ് എടുക്കുന്നത്. അപ്പോൾ ഞാൻ ഇതിൻ്റെ ചേഞ്ച് ചെയ്തിട്ടുള്ള പാർട്സിൻ്റെ ഡീറ്റെയിൽസൊക്കെ നിങ്ങൾക്ക് ആദ്യം പറഞ്ഞുതരാം. നമ്മൾ മുന്നേ നിങ്ങൾ വണ്ടി കണ്ടിരിക്കും, ഒരു കർവ് ടൈപ്പിലൊക്കെ ആയിരുന്നു ഇതിൻ്റെ ഒരു ഡിസൈൻ എന്ന് പറയുന്നത്. അതായത് നമ്മൾ താഴ്ന്നു നിൽക്കുന്ന രീതിയിലൊക്കെ ആയിരുന്നു പഴയ എസ്ക്രോസ് എന്ന് പറയുന്നത്. അപ്പോൾ അതിൽ നിന്നും വളരെയധികം വ്യത്യാസമായിട്ടാണ് പുതിയ എസ്ക്രോസ് വരുന്നത്. 2020 സീറ്റ മോഡലിലേക്കാണ് നമ്മൾ ഈ ഒരു വണ്ടി കൺവേർട്ട് ചെയ്തിരിക്കുന്നത്. അപ്പോൾ അതിൽ ഒരുപാട് പാർട്സുകൾ നമ്മൾ ചേഞ്ച് ചെയ്തു. അപ്പോൾ അത് ഫസ്റ്റ് പറയണമെങ്കിൽ ബോണറ്റ് ചേഞ്ച് ചെയ്തു, ഹെഡ്ലൈറ്റ് ചേഞ്ച് ചെയ്തു, ഫ്രണ്ടിലെ ബമ്പർ ചേഞ്ച് ചെയ്തു, ഗ്രില്ല് ചേഞ്ച് ചെയ്തു, ഫോഗ് ലാമ്പ് ചേഞ്ച് ചെയ്തു. പിന്നെ അകത്ത് ഇന്നർ സൈഡിൽ, വണ്ടിയുടെ ഇന്നർ സൈഡിൽ ഒരുപാട് പാർട്സുകൾ നമ്മൾ ചേഞ്ച് ചെയ്തിട്ടുണ്ട്. എക്സ്ക്രോസ് കൺവേർഷൻ ചെയ്യുമ്പോൾ നമ്മൾ പുറമേ നോക്കുമ്പോൾ ഒരുപാട് പാർട്സുകൾ നമുക്ക് അറിയാൻ സാധിക്കും. പക്ഷേ ഇന്നറിലും ഒരുപാട് സാധനങ്ങൾ നമ്മൾ ചേഞ്ച് ചെയ്താലാണ് അത് പൂർണ്ണതയിലേക്ക് എത്താം. എല്ലാ പാർട്സുകളും ജെന്യൂൺ മാരുതിക്ക് വരുന്ന ജെന്യൂൺ പാർട്സാണ് ഇതിൽ യൂസ് ചെയ്തിരിക്കുന്നത്. ഞാൻ ഇന്നർ വശം ജസ്റ്റ് നിങ്ങൾ കാണിച്ചു തരാം. അപ്പോൾ നമുക്ക് ഇന്നർ വശം ബോണറ്റ് ഓപ്പൺ ചെയ്യുമ്പോൾ നമുക്ക് ഈ ഒരു ടൈപ്പിലാണ് അൺലോക്ക് വരേണ്ടത്. അപ്പോൾ ഈ ലോക്ക് നമുക്ക് അൺലോക്ക് വരണമെങ്കിൽ നമുക്ക് ഇതിൻ്റെ ലോക്ക് സെറ്റ് ചേഞ്ച് ചെയ്യേണ്ടതായിട്ടുണ്ട്. അപ്പോൾ നമ്മൾ അതിൻ്റെ ലോക്ക് സെറ്റ് ചേഞ്ച് ചെയ്തു. അതേപോലെ തന്നെ ലോക്ക് സെറ്റ് ഇരിക്കുന്ന ഈ ഒരു ക്രോസ് ബാർ പഴയ സ്ക്രോസിൻ്റെ ചെറിയ രീതിയിൽ താന്നിരിക്കണേ. അപ്പോൾ അതേപോലെ തന്നെ ലോക്ക് സെറ്റും കാര്യങ്ങളും ഈ ബമ്പറിൻ്റെ ബ്രാക്കറ്റും കാര്യങ്ങളൊക്കെ ഫിറ്റ് ചെയ്യാനുള്ള ബ്രാക്കറ്റ് അസംബ്ലിയും കാര്യങ്ങളൊന്നും പഴയ എസ്ക്രോസിൻ്റെ ക്രോസ് ബാറും ഉണ്ടായിരുന്നില്ല. അപ്പോൾ അത് നമ്മൾ ഫുള്ളായിട്ട് ചേഞ്ച് ചെയ്തു. അതേപോലെ തന്നെ ഈ ഒരു കവർ ശരിക്കും പറഞ്ഞിട്ടുണ്ടെങ്കിൽ കുറേ ആൾക്കാർ കൺവേർഷൻ ചെയ്യുമ്പോൾ ഇങ്ങനെയുള്ള ചെറിയ ചെറിയ പാർട്സുകൾ കൺവേർഷൻ ചേഞ്ച് ചെയ്യാനായിട്ട് വിട്ടുപോകും. അപ്പോൾ ഈ ഒരു കവറടക്കം നമ്മളിതിൽ ചേഞ്ച് ചെയ്തിട്ടുണ്ട്. ആ ഇന്നർ വശങ്ങളിലുള്ള കാര്യങ്ങളൊന്നും കാണാണ്ടിരിക്കാൻ വേണ്ടിയിട്ട് ഈ ഒരു കവർ ചേഞ്ച് ചെയ്തു. ബാക്കി ഹെഡ്ലൈറ്റിൻ്റെ ബ്രാക്കറ്റും കാര്യങ്ങളൊക്കെ അതേപോലെ ഫെൻഡറും കാര്യങ്ങളൊക്കെ സെയിം ആയിട്ട് തന്നെയാണ് വരുന്നത് കേട്ടോ. അപ്പോൾ മെയിൻലി നമ്മൾ ഈ ഒരു ക്രോസ് ബാറും കാര്യങ്ങളൊക്കെ എന്തായാലും ചേഞ്ച് ചെയ്തിരിക്കണം. പിന്നെ നമ്മളുടെ ഈ ഒരു ബീഡിങ്, ഈ ഒരു നോർമൽ ബീഡിങ് അടക്കം നമ്മൾ ഈ ബോണറ്റും അതേപോലെ തന്നെ ഗ്രില്ലായിട്ടുള്ള ഗ്യാപ്പ് ക്ലിയർ ചെയ്യാനായിട്ടുള്ള ബീഡിങ് കാര്യങ്ങളൊക്കെയാണ്. അപ്പോൾ അതെല്ലാം ക്ലിയറായിട്ട് ചെയ്തത് നമ്മൾ 2016 മോഡൽ എസ്ക്രോസ് ഇവിടെ പൂർണ്ണതയിലെത്തിയിരിക്കുകയാണ്. അപ്പോൾ ഇത് നമ്മൾക്ക് ആന്ധ്രാപ്രദേശിൽ നിന്ന്, ഞാൻ നിങ്ങളെ ഫസ്റ്റ് തന്നെ പറഞ്ഞിരുന്നു, ആന്ധ്രയിൽ നിന്ന് നമ്മളിവിടെ വർക്കിന് വേണ്ടി വന്നൊരു വണ്ടിയാണ്. അപ്പോൾ അദ്ദേഹം പറഞ്ഞ മാതിരിയാണ് ഇതിൻ്റെ പെയിൻറ്റിങ് കാര്യങ്ങളൊക്കെ ചെയ്തിരിക്കുന്നത്. ഈ ഒരു കളറ് കസ്റ്റമറുടെ ആഗ്രഹപ്രകാരം ചെയ്തൊരു വണ്ടിയാണ്. ഓക്കെ, അപ്പോൾ ഇനി നമ്മൾക്ക് ഇതിൻ്റെ ഫൈനൽ ഷോട്ടും കാര്യങ്ങളൊക്കെ വാഷിംഗ് കഴിഞ്ഞിട്ടുള്ള വീഡിയോയിൽ കാണാം.